ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂട്ടിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ 15ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്യൂട്ടിയുടെ 15ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ ട്രെൻഡ് ഇക്വേഷൻ ഫിറ്റഡ് ടു എ സീരീസ് ഓഫ് സെയിൽസ് ഡാറ്റ ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു 3200 പ്ലസ് 400x. Origin at 2005, x unit is equal to 1 year, y is equal to number of units sold yearly. The company has the production capacity of 7,200 units in a year. Find by what year will be the company's expected sales have equated its present production capacity, assuming that trend will continue as before. അതായത് നമുക്കൊരു ട്രെൻഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to 3200 പ്ലസ് 400x എന്നുള്ളതാണ് ആ ട്രെൻഡ് ഇക്വേഷൻ. അതായത് 2005 ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെയാണ് കാണിക്കുന്നത്. y എന്ന് പറയുന്നത് അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ഇയർലി, എത്രയാണ് ഇവർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് y കാണിക്കുന്നത്. നമ്മളോട് പറയുന്നത് ദ കമ്പനി ഹാസ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, കമ്പനിക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി 7200, ഒരു വർഷം 7200 യൂണിറ്റ് ആണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ബൈ വാട്ട് ഇയർ വിൽ ബി ദ കമ്പനീസ് എക്സ്പെക്റ്റഡ് സെയിൽസ് ഹാവ് ഇക്വേറ്റഡ് ഇറ്റ്സ് പ്രസൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് ഏത് വർഷമാണ് കമ്പനിയുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈക്വൽ ആവുന്നത് ഏത് വർഷമായിരിക്കും. അതായത് പ്രസൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7200 ആണ്. ഈ 7200 എപ്പോഴാണ് കമ്പനിയുടെ സെയിൽസ് 7200 ആവുക? അതായത് ഈ ഒരു ട്രെൻഡ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഏത് വർഷമാണ് ഈ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി 7200ലേക്ക് എത്തുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഇക്വേഷൻ ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എന്താണ് 3200 പ്ലസ് 400x എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ y എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ് ഒരു വർഷം സോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സോൾഡ് ചെയ്യേണ്ടത് 7200 ആണ്. നമ്മൾ പറഞ്ഞു കമ്പനിയുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ഈ 7200 ആവുന്ന വർഷമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വർഷം എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ് ഇയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷനിൽ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ y എന്ന് പറയുന്നത് എത്രയാണ്? 7200 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 7200 ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? 3200 അവിടെ തന്നെ ഉണ്ട്. 3200 പ്ലസ് 400. ഇനി എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? എക്സ് നമുക്ക് അറിയില്ല, എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 7200 ഇസ് ഈക്വൽ ടു 3200 പ്ലസ് 400x. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ 400 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 400x അവിടെ തന്നെ വെക്കുക. 400xനെ അവിടെ തന്നെ വെക്കുക. 3200 എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്ലസ് 3200 ആണല്ലേ ഇത്, അത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് മൈനസ് 3200 ആവും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 7200 പിന്നെ നമ്മൾ പറഞ്ഞു പ്ലസ് 3200 സമത്തിന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എന്താവും? മൈനസ് 3200 ഈസ് ഈക്വൽ ടു 400x. ഓക്കെ, 400x എന്ന് വരും. ഇനി
ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7200 മൈനസ് 3200 എത്ര വരും? 4000 ഇസ് ഈക്വൽ ടു 400 എക്സ് എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ 400 ഇൻറ്റു എക്സ് എന്നാണ് അവിടെ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചിഹ്നം വരുന്നത്. അപ്പം നമ്മൾ എക്സിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തുക. അപ്പോൾ എക്സ് മാത്രം റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? 400 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ ഇൻറ്റു 400 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്താവും? ഡിവൈഡഡ് ബൈ 400 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4000 അവിടെ ഉണ്ട്. 4000 ബൈ 400 ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്കിത് 4000 ബൈ 400 എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 10 എന്ന് നമുക്ക് കിട്ടും. എക്സ് അപ്പോൾ 10 ആണ്. 10 ഇയേഴ്സ് കൊണ്ടാണ് ഇതാവുക. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് 2005 ഒറിജിൻ തന്നിട്ടുള്ളത്. അപ്പോൾ 2005ൻ്റെ കൂടെ എത്ര വർഷം ആഡ് ചെയ്യണം നമ്മൾ? 10 വർഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2015 കിട്ടും. ഈ 2015 എന്ത് ഇവരുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയ 7200 എത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. എളുപ്പമാണ്. ആ ട്രെൻഡ് ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാകും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു ഇയർ തന്നിട്ടുണ്ടാകും. ആ ഇയറിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇക്വേഷനിൽ പ്ലസ് ആണോ മൈനസ് ആണോ തന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും ചെയ്യേണ്ടത്. ട്രെൻഡ് ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കുക, അത് പ്ലസ് ആണോ ട്രെൻഡ് ഇക്വേഷൻ മൈനസ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.